ഇന്നലെ കാണാതായ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് 30 യുദ്ധവിമാനത്തിനു വേണ്ടി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അസമിലെ ജോർഹട്ട് വ്യോമത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം കുന്നിൻ പ്രദേശത്ത് തകർന്നു വീണുവെന്നാണ് ഇപ്പോഴത്തെ സംശയം. വിനീത വിജി വാർത്തയുടെ കൂടുതൽ അപ്ഡേഷനുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ, ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കണക്കൂട്ടുന്നത്? വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. അസമിലെ കർബി ആംഗ്ലോങ് ജില്ലയിലെ ഈ പതിവ് പരിശീലന ദൗത്യത്തിനിടെയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയി 30 MKI യുദ്ധവിമാനം തകർന്നു വീണത്. വ്യാഴാഴ്ച വൈകുന്നേരം ജോർഘട്ടിൽ നിന്ന് പറന്നുയർന്ന ഉടൻ തന്നെ ഈ വിമാനവുമായുള്ള റഡാർ ബന്ധം നഷ്ടപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ജോർഘട്ട് വ്യോമത്താവളത്തിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ള കർബി ആംഗ്ലോങ്ങിലെ ഒരു വലിയ കുന്നിൻ പ്രദേശത്താണ് ഈ വിമാനം തകർന്നു വീണത്. ഈ തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് വ്യോമസേനയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടക്കുന്നുവെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇരട്ട സീറ്റുകളുള്ള യുദ്ധവിമാനത്തിലെ പൈലറ്റുമാരെ കുറിച്ചോ അവരുടെ നിലവിലെ സ്ഥിതിയെക്കുറിച്ചോ ആ പ്രസ്താവനയിൽ പറയുന്നില്ല. അതേസമയം അത് സംബന്ധിച്ചുകൊണ്ടുള്ള തിരച്ചിലും മറ്റു കാര്യങ്ങളും നടക്കുന്നുവെന്നാണ് വ്യോമസേന അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ഈ ജീവനക്കാരെ കണ്ടെത്താനും ഒപ്പം തന്നെ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനുമുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എസ്കെ വിനീത, മറ്റൊരു കാര്യം കൂടി, എത്തിഹാദ് എയർവേസ് പരിമിതമായ തോതിൽ സർവീസ് പുനരാരംഭിക്കുമെന്ന വാർത്ത വരുന്നുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും എസ്കെൻ, ഈ പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം കാരണം നിരവധി എയർലൈനുകൾ സർവീസുകൾ നിർത്തിവച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തിഹാസ് എയർവേസ് ഇന്നു മുതൽ സർവീസ് പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. അവർ ഔദ്യോഗിക പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇന്നു മുതൽ പരിമിതമായിട്ടുള്ള സർവീസുകൾ നടത്തുമെന്നാണ് എത്തിഹാദ് എയർവേസ് അറിയിച്ചിരിക്കുന്നത്. ഈ സർവീസുകൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ അബുദാബിയിലേക്കും അബുദാബിയിൽ നിന്ന് തിരിച്ചുമുള്ള സർവീസുകൾ ഈ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് നിർത്തിവച്ചിട്ടുണ്ടായിരുന്നു. ഈ സർവീസുകളാണ് ഇന്നു മുതൽ പരിമിതമായി വീണ്ടും ആരംഭിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.